അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോസുകൾ നീണ്ടതൊക്കെ ഇപ്പോൾ കുറച്ച് കുറവാണ് തിരുവനന്തപുരം പോയതുകൊണ്ടേ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു, സുഖമാണെന്ന് വിശ്വസിക്കണു. എനിക്കും കുടുംബത്തിനൊക്കെ അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളെ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുണ്ട്. ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ലൈവ് കാണുന്നവരല്ല, കുറേ ആൾക്കാർ വീഡിയോസുകൾ കാണുന്നവരുണ്ട്. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 10-12 ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയ അന്നാണ് മോണിറ്റേഷൻ ആകുന്നത്. അത് മോണിറ്റേഷൻ ആക്കിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോണത്. അപ്പോൾ 4000 വാച്ച് അവർ സമയം വേണം. അതിൽ 3000 ചില്ലറ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങളാണ് എന്നെ മോണിറ്റേഷൻ ആക്കാൻ സഹായിച്ചതും അതേമാതിരി തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ചതും സബ്സ്ക്രൈബ് ചെയ്തതും എല്ലാം നിങ്ങളാണ്. ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ നിങ്ങളുണ്ടായതുകൊണ്ടും എന്നെ സബ്ബാക്കാൻ നിങ്ങളുണ്ടായതുകൊണ്ടും കമൻ്റ് ഇടാൻ നിങ്ങളുണ്ടായതുകൊണ്ടാണ് എനിക്കിന്ന് മോണിറ്റേഷൻ ആക്കാൻ പറ്റിയത്. അപ്പോൾ മോണിറ്റേഷൻ ആയിട്ടുണ്ട്. 3000 വാച്ച് അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ എൻ്റെ വീഡിയോസിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിത്തുടങ്ങുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതലായിട്ട് എനിക്കുള്ളത് ഒരു രോഗി ആയ ഒരു കുടുംബത്തിൻ്റെ സഹായമാണ്. വീഡിയോസിൽ പറയാനോ വീഡിയോസ് കൊണ്ടുവരാനോ ഞാൻ തയ്യാറില്ല. അതെൻ്റെ കുടുംബത്തിലാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു ചെയ്യുന്നു എന്നല്ലാതെ അവരെ വീഡിയോസിൽ ഞാൻ കൊണ്ടുവരില്ല. പിന്നെ ആർക്കെങ്കിലും അത് ഫേക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ കാണാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടും ആരെ വേദനിപ്പിക്കാതെയും ആരെയും ദ്രോഹിക്കാതെയും ആരെയും ചെളിവാരി അടിക്കാതെയും സ്നേഹത്തോടെ മനസാക്ഷിയോടെ ഉള്ള വീഡിയോകൾ ചെയ്തിട്ട് കിട്ടുന്ന ഇംഗത്തിൽ മരുന്നിൻ്റെ വില സഹിക്കൂല മക്കളെ. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളെ സഹായത്തോടു കൂടി മോണിറ്റേഷൻ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ മറ്റേ 4000 വാച്ച് അവർ ആകും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു കൂടപ്പുറപ്പായ ഇപ്പോൾ എനിക്ക് ചെയ്തു തരുന്ന എൻ്റെ നാത്തൂൻ്റെ ഏറ്റവും ചെറിയ നാത്തൂൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളെ ചാനൽ ഒന്ന് എൻ്റെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തന്നിട്ടുള്ള വാക്ക്, ഞാൻ കൊടുത്തിട്ടുള്ള വാക്ക്. അപ്പോൾ ബാക്കിയുള്ളത് അവൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്തു തരും. അവളെ ചാനൽ ഞാൻ പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോവട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ദുആ ആർട്ടിസ്റ്റ് അങ്ങനെയാണ് അവളെ ചാനലിൻ്റെ പേര്. കാരണം വെറും വര മാത്രമാണ്, ചിത്രം വരയ്ക്കൽ മാത്രമാണ്. സൂപ്പറാണ് കേട്ടോ, ചിത്രം വരയൊക്കെ നല്ല സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ മറ്റേ ഇതിൽ കൂടെയൊക്കെ ഉണ്ട്, ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ കൂടെയൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള സമയം കൂടി ആവണം. അപ്പോൾ എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദിയുണ്ട്. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് ലൈവിൽ പറഞ്ഞു, വീഡിയോസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മോണിറ്റേഷൻ ആക്കാൻ സഹായിച്ചതിൽ. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, എനിക്ക് 3 ആൾക്കാരെ കാര്യം ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു വിഷമം തോന്നാറുണ്ട്. ഒന്ന് സാജിദ സാജി, ഒന്ന് മസ്റൂറ ഫാത്തിമ, ഒന്ന് തനൂജ ദേവൂസ്. കാരണം ഈ 3 ആളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സാജിക്ക് വേണ്ടി ഇപ്പോൾ 2 വീഡിയോ ഞാൻ ചെയ്തു. സാജി എനിക്കുള്ള മറുപടിമാതിരി ഒരു വീഡിയോസ് തന്നിട്ടുണ്ട്. 2 ലക്ഷം തന്ന അമ്മനെ കൊണ്ടേക്കോളാൻ പറഞ്ഞിട്ട്. പക്ഷെ ഉമ്മാനെ കൊണ്ടുവരാൻ ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന 2 ലക്ഷം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ ചൂലും കിട്ടും, എടുത്ത് അടി കിട്ടും. ഉമ്മക്ക് വേറെ മക്കളില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയണ്ട, അതിലൊന്നും ഇപ്പോൾ ഞാൻ പ്രതികരിക്കാനും നിൽക്കണില്ല. ഞാൻ എൻ്റെ ഒരു അനിയത്തിനോട് പറഞ്ഞു കൊടുക്കണ മാതിരി അല്ലെങ്കിൽ എൻ്റെ ഒരു മകളോട് പറയണ മാതിരി ഞാൻ സാജിനോട് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി മറ്റുള്ളവരോടും ഞാൻ പറയുകയാണ്, ഈ 3 ആളെ നിങ്ങൾ വെറുതെ വിടുക. അവരെങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സഹായം കിട്ടിക്കൊണ്ട് അവർ ജീവിച്ച് പോയിക്കോട്ടെ മക്കളെ.
നമ്മൾ സഹായിക്കാനും പോകണ്ട, നമ്മളവരെ കുറ്റം പറയാനും പോകണ്ട. ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ആ വീഡിയോസുകൾ ഞാൻ കാണാറുണ്ട്. ഞാൻ ഏകദേശം ഒരുപാട് വീഡിയോകൾ ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട വീഡിയോസുകൾ ഞാൻ കാണലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുകയാണ്, ആരോ എങ്ങനെയോ ജീവിച്ചു പോയിക്കോട്ടെ. നമ്മൾക്ക് ഈ ഇരുന്ന കസേരയിൽ നിന്ന് എണിക്കും എന്നുള്ള ഉറപ്പില്ലാത്ത നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ പോണേ? എങ്ങനെയോ ജീവിക്കട്ടെ, ആരോ സഹായിക്കട്ടെ, ആരോ വീട് കൊടുക്കട്ടെ, ആരോ വാടക കൊടുക്കട്ടെ, എങ്ങനെയോ ജീവിക്കട്ടെ. നമ്മൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ കൂടുതലിപ്പോൾ ഇതിൽ മോണിറ്റേഷൻ്റെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോസ് ഇട്ടത്. അപ്പോൾ മോണിറ്റേഷനായി. എല്ലാവർക്കും നന്ദിയുണ്ട്. നന്ദി അറിയിക്കുകയാണ് ഞാൻ. കമൻറ്റ് നല്ല കമൻറ്റാണ് എൻ്റെ വീഡിയോസിന് വരുന്നത്. അതേമാതിരി നല്ല സബ്സ്ക്രൈബേഴ്സുകളാണ് എനിക്കുള്ളത്. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. എന്നെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ കുടുംബത്തിലും രോഗികളുള്ളതാണ്. അപ്പോൾ ആരുടെ ദുആയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും ദുആ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം അത് മാത്രം തന്നാൽ മതി. എന്നാൽ പിന്നെ അധ്വാനിച്ച് ജീവിക്കുക. അതില്ലാത്തത് കൊണ്ടാണ്, അത് സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓരോ വീഡിയോസുകളുമായിട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഇനി നിർത്തുകയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും മറ്റെല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനും മറ്റെല്ലാവർക്കും അള്ളാഹു ഈമാനും മാഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അതേപോലെ കഷ്ടപ്പാടിലും ദുരിതങ്ങളും പേരുകളിലും ചീത്തപ്പേരിലും നമ്മളെ കൊണ്ടുപോയി അതേമാതിരി അപകടങ്ങളിൽ ആക്സിഡൻറ്റുകളിലൊന്നും നമ്മളെ കൊണ്ടുപോയി അള്ളാഹു പെടുത്താതിരിക്കട്ടെ. മരണസമയത്ത് ഈമാനോടുകൂടി അള്ളാഹു നമ്മളെല്ലാം മരിപ്പിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അസ്സലാമു അലൈക്കും പറയണു. വീണ്ടും കാണാം ആയുസ്സോടെ ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും.